സ്റ്റാർട്ട് ചെയ്തോ മാം? Okay, so very good evening all of you. എല്ലാവർക്കും ടെക് പി എസ് സി ഓഫർ ചെയ്യുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷന്റെ ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും. നിങ്ങൾ ഈ എക്സാമിന് ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും, മുന്നേ എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കും, ചിലപ്പോൾ പി എസ് സിയിലേക്ക് തന്നെ പുതിയതായിട്ട് എൻറ്റർ ചെയ്യുന്നവരായിരിക്കും. എങ്ങനെയുള്ളവരായാലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ തരിക എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. So let us move on to this notification. Food Safety Officer in Food Safety Department, category number 006/2024. ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പ്രീവിയസ് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ്, ആർക്കൊക്കെയാണ് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഹു ക്യാൻ അപ്ലൈ, ദ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ, എന്തൊക്കെയാണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഡ്യൂട്ടീസ്, അതുപോലെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന പോസ്റ്റിലെ പ്രൊമോഷൻ ചാൻസസ് എന്തൊക്കെയാണെന്നുള്ളത്, കൂടാതെ അവരുടെ സിലബസ്, റെഫറൻസ് മെറ്റീരിയൽസ്, ബുക്സ്, കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ഈ എക്സാമിനെ ഫേസ് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, നമ്മൾ ടെക് പി എസ് സി എന്ത് തരത്തിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, കൂടാതെ നിങ്ങൾക്ക് പല സംശയങ്ങളും ഈ എക്സാമിനെ കുറിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ എക്സാം എഴുതുന്നവരുണ്ടാവും, പി എസ് സിയിലേക്ക് തന്നെ പുതിയതായിട്ട് കാലെടുത്ത് വെക്കുന്നവരുണ്ടാവും. സോ എങ്ങനെയുള്ളവരായാലും നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ക്ലിയർ ഐഡിയ ഈ എക്സാമിനെ കുറിച്ച് തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് സെഷൻ. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആസ് ഐ ഓൾറെഡി സെഡ്, കാറ്റഗറി നമ്പർ 006/2024 ആണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,300 തൊട്ട് 83,000 വരെയാണ് നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് വേക്കൻസീസ്, ഇപ്പോൾ ആന്റിസിപ്പേറ്ററി ആണെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നമുക്ക് എത്രത്തോളം വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് അറിയില്ല. എനിവേസ് നല്ലൊരു വേക്കൻസി തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് റിഗാർഡിംഗ് ദ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക, ഏപ്രിൽ 3-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. ആരെങ്കിലും അപേക്ഷിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ദിവസത്തേക്ക് കാത്തു നിൽക്കരുത്. പ്ലീസ് നോട്ട്, ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഇസ് 3rd April 2024. Now moving on to details of last advice. കഴിഞ്ഞ വർഷം എക്സാം നടന്നത് കാറ്റഗറി നമ്പർ 499/2019 ആണ്. അന്ന് ഏകദേശം അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 28,434 ആണ്. OMR എക്സാമിനേഷൻ നടന്ന തീയതി സെപ്റ്റംബർ 29, 2020 അന്ന് വന്ന കട്ട് ഓഫ് മാർക്സ് നോക്കുകയാണെങ്കിൽ 57.67 ആണ്. മാക്സിമം മാർക്ക്, അതായത് ടോപ്പ് സ്കോറർ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 72.3 ആണ്. 114 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്നത് ജൂൺ 9-ാം തീയതി 2022 ജൂൺ 9-നാണ് റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്നത്. ഈ എക്സാമിന് നിങ്ങൾക്ക് അറിയാം ഇന്റർവ്യൂ ഉണ്ട്. മാക്സിമം മാർക്സ് ഫോർ ഇന്റർവ്യൂ 14 മാർക്കാണ്. കഴിഞ്ഞ തവണ ഈ എക്സാമിൽ ടോപ്പ് സ്കോറായി വന്നത് ഇന്റർവ്യൂവിൽ 14 മാർക്കാണ്. മൊത്തം 55 അഡ്വൈസസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിൽ നിന്നും പോയിരിക്കുന്നത്. 55 അഡ്വൈസസ് ആണ്. സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ജൂൺ 8, 2025 നിലവിലുള്ള ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് അഡ്വൈസിനെ കുറിച്ച് പറയാനുള്ളത്. Now moving on to who can apply. നിങ്ങൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. പി എസ് സി പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഡയറി ടെക്നോളജി ഓർ ബയോടെക്നോളജി ഓർ ഓയിൽ ടെക്നോളജി ഓർ അഗ്രികൾച്ചറൽ സയൻസ് ഓർ വെറ്ററിനറി സയൻസ് ഓർ ബയോകെമിസ്ട്രി ഓർ മൈക്രോബയോളജി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ degree in medicine from a university recognized by any of the universities in Kerala or its equivalent qualifications. ഈ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്നും കൂടി വ്യക്തമായി നോക്കാം. BSc ഫുഡ് ടെക്നോളജിക്ക് ഇക്വാലന്റ് ആയി PSc പറയുന്ന ക്വാളിഫിക്കേഷൻസ്: BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, BTech ഫുഡ് ടെക്നോളജി, BTech ഫുഡ് എഞ്ചിനീയറിംഗ്, MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. ഇത്രയും ഡിഗ്രികളാണ് BSc ഫുഡ് ടെക്നോളജിക്ക് ഇക്വലന്റ് ആയി പറയുന്നത്.
BSc ഡയറി ടെക്നോളജി പഠിച്ചവർക്കും ഈ എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. BSc ഡയറി ടെക്നോളജിക്ക് ഇക്വലന്റ് ആയി PSc കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ബിടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കൂടാതെ ബിടെക് ഡയറി ടെക്നോളജിയാണ്. BSc ബയോടെക്നോളജി എന്ന കോഴ്സ് പഠിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. BSc ബയോടെക്നോളജിക്ക് ഇക്വലന്റ് ആയി കൊടുത്തിരിക്കുന്ന കോഴ്സുകൾ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ, BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കരിയർ റിലേറ്റഡ്, BE ബയോടെക്നോളജി, ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസ് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ, MSc ബയോടെക്നോളജി, MTech ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, BSc MSc ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജി. BSc അഗ്രികൾച്ചറൽ സയൻസ് പഠിച്ച കുട്ടികൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് ഇക്വലന്റ് ആയി കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ BSc ഹോർട്ടിക്കൾച്ചർ, BSc അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ, MSc അഗ്രികൾച്ചർ. BSc ബയോകെമിസ്ട്രിക്ക് ഇക്വലന്റ് ആയി കൊടുത്തിരിക്കുന്നത് BSc ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, MSc ബയോകെമിസ്ട്രി, MSc മെഡിക്കൽ ബയോകെമിസ്ട്രി, MFSc ഇൻ അക്വാകൾച്ചർ. ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് MSc കെമിസ്ട്രി ആണ്. MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc അപ്ലൈഡ് കെമിസ്ട്രി പഠിച്ചവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ എക്സാമിന്റെ ഈ പോസ്റ്റിന്റെ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ എക്സാം സെലക്ഷൻ നടക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒരു റിട്ടൺ എക്സാം ഉണ്ടാവും. ഔട്ട് ഓഫ് 100 ഈ എക്സാം നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ പ്രായം, അതുപോലെയുള്ള ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണോ ഈ എക്സാം അപേക്ഷിക്കുമ്പോൾ കൊടുത്തത് അതെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾ 3ാമത്തെ സ്റ്റേജ്, അതായത് ഇന്റർവ്യൂയിലേക്ക് പോകും. ഇന്റർവ്യൂ നടക്കുന്നത് ഔട്ട് ഓഫ് 20 ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് എന്ന് പറയുന്നത് ജനറലി 9 to 14 എന്നുള്ള റേഞ്ചിലാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് മാർക്സ് കിട്ടുന്നുണ്ടാവുക. അതിൽ ജസ്റ്റ് ഫോർ അറ്റൻഡിങ് ദ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഒരു 9 മാർക്സ്, മിനിമം 9 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ് നിങ്ങൾക്ക് മാർക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഒരു നല്ല പെർഫോമർ, എക്സെപ്ഷനായി നിങ്ങൾ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 14 മാർക്ക് വരെ ഇന്റർവ്യൂവിൽ കിട്ടാം. ഒരു ആവറേജ് പെർഫോമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 11 ആൻഡ് ഒരു അബവ് ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12-13 റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാം. ഈ ഇന്റർവ്യൂ എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ടെസ്റ്റ് ചെയ്യാം, നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബേസിസിലാവാം, നിങ്ങളുടെ എക്സാമിന്റെ ബേസിൽ, നിങ്ങളുടെ സബ്ജക്ട് ടോപ്പിക്കിന്റെ ബേസിസിലാവാം. അതുമല്ല ഒരു ജനറൽ ഐഡിയ, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയും ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഇന്റർവ്യൂ. നൗ കമ്മിങ് ഓൺ ടു ദ ഡ്യൂട്ടീസ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. എന്തൊക്കെയാണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ നിർവഹിക്കേണ്ട ഡ്യൂട്ടീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് ചുമതലകളുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഒരുപാട് ഡ്യൂട്ടീസും ഉണ്ട്. ഞാൻ ഇതിലെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. യു ഹാവ് ദ പവർ ടു ടേക്ക് എ സാമ്പിൾ ഓഫ് എനി ഫുഡ് ഓർ സബ്സ്റ്റൻസ് ടു ബി ഇന്റൻഡഡ് ഫോർ സെയിൽ ഓർ ടു ഹാവ് ബീൻ സോൾഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിലും ഏതൊരു ഭക്ഷണത്തിന്റെയും ഫുഡ് സാമ്പിൾ എടുക്കാനും അത് കൺസ്യൂമർക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങൾ വരുത്തില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതലയാണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ നിർവഹിക്കേണ്ടത്. He has to seize any article of food which appears to be in contravention of this act. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ ആക്ടിൽ പറയുന്നതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം ആ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കസ്റ്റമറിലേക്ക് എത്തുന്നതിൽ നിന്നും തടയുക എന്നുള്ളൊരു റോൾ കൂടി ഫുഡ് സേഫ്റ്റി ഓഫീസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then he has to enter and inspect any place where the food is manufactured or stored for sale. May, after giving notice to the food business operator, cause the food to be destroyed which is unfit for human consumption. മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടാക്കും എന്നുള്ളത് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് ബിസിനസ് ഓപ്പറേഷൻ നിർത്താൻ ഒരു നോട്ടീസ് കൊടുത്ത ശേഷം ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ചെയ്യാവുന്നതാണ്. Seize any adulterant found in possession of a manufacturer or distributor of any article. ഇത്രയും വളരെ കുറച്ച് ഡ്യൂട്ടീസ് മാത്രമേ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതുകൂടാതെ ഫുഡ് ബിസിനസ് രജിസ്ട്രേഷൻ, അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൺസ്യൂമർ കംപ്ലൈന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശരിയായ സത്യാവസ്ഥ അന്വേഷിക്കുക എന്നുള്ള ഡ്യൂട്ടി, അതുപോലെ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേഷന്റെ ചുറ്റുപാട്, അതിന്റെ പ്രമിസസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി, ലൈസൻസ് പരിശോധിക്കുക തുടങ്ങിയ ഒരുപാട് ഡ്യൂട്ടീസ് വരുന്ന ഒരു ജോലിയാണിത്. ഇഷ്ടപ്പെട്ട് ചെയ്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി കൂടിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് വരുന്നത്. ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ
ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക് പേ വരുന്നത് 39,300 to 83,000 ആണ്. ട്രെയിനിങ്ങും പ്രൊബേഷനും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഹയർ ലെവലിൽ വേക്കൻസീസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതകളുള്ള ജോലി കൂടിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറുടേത്. പ്രൊമോഷനായിട്ട് നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങൾ എൻറ്റർ ചെയ്യുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആയ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന പോസ്റ്റിലേക്കായിരിക്കും. അതിന്റെ സാലറി വരുന്നത് 51,400 to 1,10,300 rupees വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും പ്രൊമോഷൻ കിട്ടിയാൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. സാലറി നോക്കുകയാണെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പേ സ്കെയിലാണ്. 63,700 തൊട്ട് 1,23,700 rupees വരെ അതിന് പേ സ്കെയിൽ വരുന്നൊരു ഡ്യൂട്ടിയിലേക്കാണ് പിന്നെ നിങ്ങൾ പോകുന്നത്. ആൻഡ് ദെൻ യു മൂവ് ഓൺ ടു ബിക്കം എ ജോയിന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി where you get a salary of 95,600 to 1,53,200. ഏറ്റവും അൾട്ടിമേറ്റ്ലി നിങ്ങൾ if you can become conferred to an IAS, you get the duty of a commissioner of food safety. Okay, so ഇത്രയും സാധ്യതകളുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ട് കയറാൻ. നിങ്ങൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി നമ്മൾ പോകുന്നത് ഡീറ്റെയിൽ സിലബസിലേക്കാണ്. About the detailed syllabus and study materials for the post of food safety officer in food safety department. ഈ സിലബസ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വെബിനാർ സെഷന്റെ അവസാനം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ആൻസേഴ്സ് തരാൻ ഒരു എക്സ്പെർട്ട് ടീം തന്നെ റെഡി ആയിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾ വെബിനാറിൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ സെഷന്റെ അവസാനം നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. Now let us move to the detailed syllabus. ഒരു 10 sections ആയിട്ടാണ് ഈ എക്സാമിന്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ you have food technology portion, dairy technology portion, veterinary science, food safety and allied laws, nutritional biochemistry and food analysis, microbiological, biotechnological and medical aspects, agricultural sciences, constitution and civil rights, mental ability and test of reasoning, general English. ഇതാണ് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ വർഷവും ഇതുപോലെ തന്നെ നടക്കാനാണ് സാധ്യതകൾ. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ, മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവാനാണ് സാധ്യതകൾ ഉള്ളത്. എങ്കിലും നമുക്കിപ്പോ അത് കൺഫേം ആയി പറഞ്ഞുകൂടാ. എനിവേ 95% ഇത് തന്നെയായിരിക്കും സിലബസ് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ മെയിൻ ടോപ്പിക്സ് സബ്ജക്ട് വൈസ്, മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ തുടങ്ങുക. ബാക്കി ഉറപ്പില്ലാത്ത ടോപ്പിക്സ് ഫോർ ദ ടൈം ബീങ് നിങ്ങൾ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ഓരോരോ ടോപ്പിക്കും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം. എന്തൊക്കെ പോർഷൻസ് ആണ് അതിൽ കവർ ചെയ്യാനുള്ളത് എന്ന് കൂടി നോക്കി പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ളത് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അതിന് ഏകദേശം 15 മാർക്സ്, ഒരുപാട് മാർക്സ് വരുന്ന ഒരു പോർഷനാണ് ഫുഡ് ടെക്നോളജി. ഒരുപാട് ഫുഡ് ടെക്നോളജി പഠിച്ച കുട്ടികൾ തന്നെ ആയിരിക്കും ഈ എക്സാം എഴുതുന്നുണ്ടാവുക. നിങ്ങൾക്ക് 15 മാർക്സ് ആണ് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണ് പഠിക്കാനായി. ഇതിൽ കവർ ചെയ്യുന്നത് ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് പ്രിസർവേഷന്റെ ഒരുപാട് ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. എന്തിനാണ് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്, അതിന്റെ മൈക്രോബ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് ഒരു ഫുഡ് മെറ്റീരിയലിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫുഡും എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അത് ഇയർലി ത്രൂ ഔട്ട് ഇയർ നമുക്ക് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. സോ സീസണൽ ഫ്രൂട്ട്സിനെയും വർഷം മുഴുവൻ നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രിസർവേഷൻ വേണം. അതുപോലെ ചില സമയങ്ങളിൽ ഫുഡ് ഷോർട്ടേജ് അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ഇഷ്യൂസ് വരാം. അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ ആ ഒരു കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഫുഡ് പ്രിസർവേഷന്റെ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യങ്ങൾ. സോ ഇതിനു വേണ്ടി ഒരുപാട് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ടെക്നിക്സിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഫുഡ് ടെക്നോളജി സിലബസിൽ കവർ ചെയ്യുന്നുണ്ട് ഈ എക്സാമില്. അതിൽ ഹീറ്റ് പ്രോസസിങ്, പാസ്ചറൈസേഷൻ, കാനിങ്, ഡീഹൈഡ്രേഷൻ, ഫ്രീസിങ്, ഫ്രീസ് ഡ്രൈയിങ്, ഫെർമെന്റേഷൻ, മൈക്രോവേവ്, അതുപോലെ ലേറ്റസ്റ്റ് ആയി വന്ന പല ടെക്നോളജീസും ഹൈ പ്രഷർ പ്രോസസിങ്, മൈക്രോവേവ് പ്രോസസിങ്, ബാക്ടോഫ്യൂഗേഷൻ, അൾട്രാ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ്, പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, HPP, അതായത് ഹൈ പ്രഷർ പ്രോസസിങ്, ഇറേഡിയേഷൻ, തെർമോസോണിക്കേഷൻ, ഓമിക് ഹീറ്റിംഗ്, അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ടെക്നിക്കുകൾ വരെ നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ പറയുന്നത് ഫുഡ് ഫോർട്ടിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫുഡിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി
കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, നമുക്ക് മാൽ ന്യൂട്രീഷന്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫുഡ് കമോഡിറ്റിയിലേക്ക് ന്യൂട്രിയൻസ് സപ്ലിമെന്റ് ആയി ആഡ് ചെയ്യുക. ന്യൂട്രിയൻസ് ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻസോ മിനറൽസോ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയാം. സോ ഈ ഫോർട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കൂടാതെ ഫുഡ് അഡിറ്റീവ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ഫുഡിലേക്ക് ഡെലിബറേറ്റ് ആയിട്ട് ചെറിയ എമൗണ്ടിൽ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് അഡിറ്റീവ്സ്. ഒരു ബെറ്റർ ടേസ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ കളർ കിട്ടാനോ ബെറ്റർ അപ്പിയറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോഡിയം ബെൻസോയേറ്റ് പോലത്തെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, എസ്കോർബിക് ആസിഡ്, നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് MSG. സോ അത്തരത്തിലുള്ള അഡിറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ, ഈ മൊഡ്യൂളിൽ. കൂടാതെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, കോമ്പോസിഷൻ, മാനുഫാക്ചർ, പാക്കേജിങ്, സ്റ്റോറേജ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. കൂടാതെ നമുക്ക് പഠിക്കാനുള്ളത് പിക്കിൾസ്, ചട്നി, സോസസ്, സ്പൈസസിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ, ജെല്ലികൾ, മാർമലേഡ്സ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, റീസ്ട്രക്ചർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തുടങ്ങിയ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ് വിച്ച് വെൻ പ്രസന്റ് ഇൻ ഫുഡ് it will give growth and it will impair the growth and function of the body. സോ അത്തരത്തിലുള്ള ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻസ്റ്റന്റ് റെഡി മിക്സസിനെ പറ്റി പഠിക്കുന്നുണ്ട്. പാക്കേജിംഗ് മെത്തേഡ്സ്, പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. വാക്യൂം പാക്കേജിംഗ്, MAP, CAP, ഇന്റലിജന്റ് പാക്കേജിംഗ്, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് പാക്കേജിംഗ് വരുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ന്യൂട്രീഷണൽ ലേബലിംഗിനെ കുറിച്ച് പഠിക്കണം. പിന്നെ ഈ പ്രോസസ്സിംഗും പ്രിസർവേഷനും മാത്രം പഠിച്ചാൽ പോരാ, ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതിന് വേണ്ട സിസ്റ്റംസ് എന്താണ്, ടൂൾസ് എന്താണ്, ഒരു ഫുഡ് പ്ലാന്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാനിറ്റേഷൻ എന്താണ്, ഫുഡ് ഹൈജീൻ. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ് ഫുഡ് ഹൈജീൻ, അതായത് വർക്കേഴ്സിന്റെ ഹൈജീൻ. നമ്മൾ നെയിൽസ് ട്രിം ചെയ്യുക, ക്യാപ്സ് യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള ഹാൻഡ് വാഷസ്, സാനിറ്റൈസിങ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻവയൺമെന്റ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, GMP, ഗുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് പഠിക്കാനുണ്ട്. ഹാസപ്പ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹാസപ്പ് ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ് പഠിക്കാനുണ്ട്. കോഡെക്സ് എലിമെന്റേറിയസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ ഒരുപാട് ടോപ്പിക്സ്, ഒരുപാട് പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ഫുഡ് ടെക്നോളജി. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫുഡ് ടെക്നോളജി. 15 മാർക്കാണ് ഫുഡ് ടെക്നോളജി വരുന്നത്. ഫുഡ് ടെക്നോളജി ടോപ്പിക്സ് പഠിക്കാനായി നിങ്ങൾക്ക് റെഫറൻസിന് 2 ബുക്സ് ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഫുഡ് സയൻസിന്റെ ബുക്ക് ബൈ വി ശ്രീലക്ഷ്മി, പിന്നെ ഉള്ളത് ഫുഡ് ക്വാളിറ്റി അഷ്വറൻസ് പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസസ് ബൈ ഇംതിയാസ് അലി. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ തന്നെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഈ ബുക്സ് ഒക്കെ. ഇതിൽ നിന്നും നിങ്ങൾക്ക് സിലബസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്ന എക്സലന്റ് സോഴ്സ് ഓഫ് റെഫറൻസ് ആണ് ഈ പറഞ്ഞ 2 പുസ്തകങ്ങളും. സെക്കൻഡ്ലി നമ്മൾ പോകുന്നത് ഡയറി ടെക്നോളജിയിലേക്കാണ്. 5 മാർക്കാണ് ഡയറി ടെക്നോളജിക്ക് കൊടുത്തിരിക്കുന്നത്. അഗൈൻ ഡയറി ടെക്നോളജിയിൽ മിൽക്ക് ആൻഡ് റിലേറ്റഡ് ആസ്പെക്ട്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മിൽക്കിന്റെ കോമ്പോസിഷൻ, എന്തൊക്കെയാണ് മിൽക്കിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, മിൽക്ക് ഹൈജീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മിൽക്ക് എന്തൊക്കെയാണ്, മാർക്കറ്റ് മിൽക്കിനെ കുറിച്ച്, മിൽക്ക് നമ്മളൊരു ഫാർമറിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നത് തൊട്ട് അത് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട്. കളക്ഷൻ ഓഫ് മിൽക്ക്, കൂളിംഗ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിലുള്ള ഫിൽട്രേഷൻ, ക്ലാരിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാറ്റ് ആൻഡ് SNF പെർസെന്റേജ് അപ്രോപ്രിയേറ്റ് അമൗണ്ട്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് സ്റ്റാൻഡർഡൈസേഷൻ. അതുപോലെ ഹോമോജനൈസേഷൻ, മിൽക്കിലെ ഫാറ്റ് ഗ്ലോബ്യൂൾസിനൊക്കെ നമ്മൾ സൈസ് ബിലോ 2 മൈക്രോൺ സൈസിലേക്ക് ഫാറ്റ് ഗ്ലോബ്യൂൾസിനൊക്കെ കുറച്ചു കൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ. അതുപോലെ പാസ്ചറൈസേഷൻ, മൈക്രോബിയൽ ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സാണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസിംഗ്, സ്റ്റെറിലൈസേഷൻ, പാക്കേജിംഗ്. മിൽക്കിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗ്ലാസ് ബോട്ടിൽസ് തൊട്ട് ടെട്രാ പാക്സിൽ വരെ നമുക്ക് മിൽക്കിനെ പാക്ക് ചെയ്യാം. പിന്നെ ഓരോ മിൽക്ക് പ്രൊഡക്റ്റിനും പല തരത്തിലും, ഇപ്പം നോർമൽ മിൽക്കിന് യൂസ് ചെയ്യുന്ന പാക്കിംഗ് മെറ്റീരിയൽ ആയിരിക്കില്ല ചിലപ്പം ബട്ടറിനും ചീസിനും ഐസ്ക്രീമിനും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അത്തരത്തിലുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റി ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രൻസ് ആണ്. പാലിൽ പലതരത്തിലുള്ള അഡൾട്രൻസ് പാലിലുണ്ടാവും. ഇപ്പം ചോക്ക് പൊടി ഉള്ളതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം ചേർക്കുന്നത് തന്നെ ഒരു അഡൾട്രന്റ് ആണ്. മിൽക്കിൽ വാട്ടർ ഇസ് ആൻ അഡൾട്രന്റ് ഇൻ മിൽക്ക്. സോ അത്തരത്തിലുള്ള അഡൾട്രൻസിനെ പറ്റി പഠിക്കാനുണ്ട്. ഒരു ഡയറി പ്ലാന്റിലെ ഹൈജീൻ, അതിന്റെ എക്വിപ്മെന്റ് ഹൈജീൻ, സാനിറ്റേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലീനിങ് ഇൻ പ്ലേസ്, CIP മുതലായ ടെക്നിക്സ്, എന്തൊക്കെ ഡിറ്റർജൻസ് ആണ് അവ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ യൂസ് ചെയ്യുന്ന വാട്ടർ എങ്ങനെയുള്ളതായിരിക്കണം, ടെമ്പറേച്ചർ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. Then we have got to study about
വേരിയസ് പാക്കേജിംഗ് മെറ്റീരിയൽസ്, സ്റ്റോറേജ്, ഡിഫക്ട്സ് ഇൻ മിൽക്ക് ആൻഡ് ദ മിൽക്ക് പ്രോഡക്ട്സ്. പല മിൽക്ക് പ്രൊഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ മാർക്കറ്റിൽ. ഓരോ ദിവസം കഴിയുന്നതോടും മിൽക്ക് എന്നുള്ള പ്രൊഡക്ട്സിന്റെ എണ്ണവും കൂടിക്കൊണ്ട് വരികയാണ്. സോ അത്തരത്തിലുള്ള ട്രഡീഷണൽ പ്രൊഡക്ട്സിനെയും ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാൻ ഈ മൊഡ്യൂളിലുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ക്രീം, മലായി, ദഹി, കർഡ്, യോഗർട്ട്, ചന്ന, പനീർ, ചീസ്, ice cream, frozen dessert, evaporated milk, condensed milk, milk powder, butter, ghee, chakka, shrikant, indigenous milk product. Okay, ഇതൊക്കെ indigenous milk product ആണ്. ഈ പറഞ്ഞ ചക്ക, ശ്രീകാന്ത് എന്നൊക്കെ പറയുന്നത് indigenous milk products ആണ്. കോവ, പേട, ബർഫി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന മിൽക്ക് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡിജീനിയസ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറയാം. സോ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ചക്ക എന്ന് പറയുന്നത് ഹങ് കേർഡ് ആണ്. നമ്മൾ കുറച്ചു കാലം കേർഡിന് ഒരു മസ്ലിൻ ക്ലോത്തിലൊക്കെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വാട്ടർ ഒക്കെ ഡ്രെയിൻ ഓഫ് ആയി പോവില്ലേ, അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ചക്ക എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ശ്രീകാന്ത് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. പിന്നെ ഫുഡ്സ് ഫോർ ഇൻഫന്റ് ന്യൂട്രീഷൻ, മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സലന്റ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ്. സോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഫൈനലി വെയ് പ്രൊഡക്ട്സ്. വെയ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് വെയ് പ്രൊഡക്ട്. പനീർ ഇൻഡസ്ട്രിയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയി കിട്ടുന്നതാണ് വേ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, എഡിബിൾ കെസീനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. 5 മാർക്കാണ് നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ കിട്ടാൻ പോകുന്നത്. 5 മാർക്സ് ആയിരിക്കും. റെഫറൻസ് മെറ്റീരിയലായിട്ട് എന്തൊക്കെയാണ് നോക്കാം. ഡയറി ടെക്നോളജിക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത് ഡയറി ടെക്നോളജി ബൈ സുകുമാർ ഡേ എന്നുള്ള ബുക്ക് കവർ ചെയ്യാം. ഏകദേശം ഈ സിലബസിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ടെക്നോളജി ബൈ മുഹമ്മദ് റസീദ്ദീൻ, ഈ ഒരു ബുക്കിലും കണ്ടന്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ മാർക്കറ്റ് മിൽക്ക് എന്ന് പറയുന്ന ICRന്റെ ഈ കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറെയൊക്കെ നോട്ട്സ് ഓൺലൈനായിട്ടും കളക്ട് ചെയ്യാവുന്നതാണ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വെറ്റിനറി സയൻസ് ആണ്. 5 മാർക്കാണ് വെറ്റിനറി സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് മീറ്റ് ഇൻഡസ്ട്രിയിൽ വരുന്ന കാര്യങ്ങളാണ് വെറ്റിനറി സയൻസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് എബറ്റോയിഡ്, അതായത് ഒരു സ്ലോട്ടർ ഹൗസിൽ ഒരു മീറ്റ് അല്ലെങ്കിൽ ഒരു ആനിമലിനെ സ്ലോട്ടർ ചെയ്യുന്ന സ്ലോട്ടർ ഹൗസിന്റെ ഓർഗനൈസേഷനും അതിന്റെ ലേ ഔട്ടും കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ ഒരു മീറ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ പോൾട്രി ആവാം, അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പം ബീഫ് ആവാം, അല്ലെങ്കിൽ പോർക്ക് ആവാം, സോ എന്ത് തരത്തിലുള്ള പിഗ് ആവാം. സോ എന്ത് തരത്തിലുള്ള ഒരു ആനിമൽ ആണെങ്കിലും അതിന്റെ ഹാൻഡ്ലിങ്, ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ, ആന്റിമോർട്ടം ആൻഡ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ, അതായത് അതിന്റെ ഇഞ്ചുറീസ് കമ്മിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെത്ത്, ഓക്കെ, ആ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള സ്ലോട്ടർ ചെയ്യാനുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, സയന്റിഫിക് സ്ലോട്ടറിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡ്രസ്സിംഗ് ഓഫ് കർക്കാസസ്, ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് ദ മീറ്റ് ഓർ ദ ഫ്ലഷ് റെഡി ഫോർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രോസസിങ്. സോ അതിനുവേണ്ടി നമ്മൾ അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യുക, ലെഗ് റിമൂവ് ചെയ്യുക, വിസറൽ ഓർഗൻസ്, അതിന്റെ ലങ്സ്, അത്തരത്തിലുള്ള വിസറൽ ഓർഗൻസ് റിമൂവ് ചെയ്യുക, വാഷിംഗ്, പ്രോപ്പർ വാഷിംഗ് ഓഫ് ദ കർക്കാസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. അതിൽ തന്നെ പല ടൈപ്സ് വരുന്നുണ്ട് ഡ്രസ്സിംഗില്. ഗ്രാവിറ്റി റെയിൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്സ് വരുന്നുണ്ട്. റെയിൽ സ്ലോട്ടർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്സ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ഇവാലുവേഷൻ, ഗ്രേഡിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ ഓഫ് ദ ഡ്രസ്ഡ് കാർക്കാസ്, ഫ്രോഡുലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മീറ്റ്. യൂഷ്വലി ഇപ്പം ചിക്കൻ മീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല ആനിമൽസിന്റെ മീറ്റ് ഒക്കെ വരുന്ന കേസസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ന്യൂസിൽ. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഫ്രോഡുലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ പാക്കേജിംഗ് ഓഫ് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്, നേരത്തെ ഡയറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിനും പലതരത്തിലുള്ള പാക്കേജിംഗ് അവൈലബിൾ ആണ്. നമ്മൾ വാക്വം പാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് മീറ്റിന്. സോ വേറെ എന്തൊക്കെ തരത്തിലുള്ള പാക്കിംഗ് ഉണ്ട്, എങ്ങനെയാണ് പാക്കിംഗ് ചെയ്യുന്നത്, അതിന്റെ കണ്ടീഷൻസ്, ടെമ്പറേച്ചേഴ്സ്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടാവും. പിന്നെ ഫിസിക്കോ കെമിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി ഓഫ് മീറ്റ് ആൻഡ് അക്വാട്ടിക് ഫുഡ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻ വരുന്നതാണ് മീറ്റ് പ്രൊഡക്ട്സിൽ. സോ അതൊരു വലിയ ലെക്ചർ തന്നെയാണ്, കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു എക്സാമിൽ കവർ ചെയ്യുന്നുണ്ട്. ഓർഗാനിക് മീറ്റ് ഫുഡ് പ്രൊഡക്ട്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഫുഡ് പ്രോഡക്ട്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് മെറൈൻ ഒറിജിൻ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജനറ്റിക്കലി മോഡിഫിക്കേഷൻ, നമ്മൾ ബയോടെക്നോളജിക്കൽ ആസ്പെക്ട്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ജീനിൽ കൊടുക്കുന്ന മോഡിഫിക്കേഷൻ ആണ്. ഏതൊരു ഇപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് കൂടുതലായിട്ടുള്ളത് കൗസില്, പിഗില്, റാറ്റ്സ് ആൻഡ് മൈസ്. അപ്പൊ അങ്ങനത്തെ അനിമൽസിലൊക്കെയാണ് കൂടുതലായിട്ടും ജനറ്റിക് മോഡിഫിക്കേഷൻ കാണുക. അതിന്റെ DNA ചെറിയ മാറ്റങ്ങൾ ബയോടെക്നോളജി ഉപയോഗിച്ച് വരുത്തി നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഒരു അനിമലിനെ മാറ്റിയെടുക്കുന്ന രീതിയാണ് ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു കൗസിലാണ്. നല്ല ക്വാളിറ്റി മിൽക്ക് കിട്ടാൻ വേണ്ടി കൗസിൽ GMO ചെയ്യാറുണ്ട്, ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ സാൽമൺ ഫിഷിൽ കൂടുതൽ എഗ്സ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്താറുണ്ട്.
പിന്നെ ചിക്കൻ തന്നെ നല്ല ക്വാളിറ്റി എഗ്സ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലും ജനറ്റിക് മോഡിഫിക്കേഷൻസ് നടത്താറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മെറൈൻ ഒറിജിനുള്ള വിത്ത് റിലേറ്റഡ് ടു മെറൈൻ ഒറിജിൻ ഓൾസോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ മൊഡ്യൂളിൽ. പിന്നെ വരുന്നത് മീറ്റ് ആസ് എ സോഴ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ നോക്കാനുണ്ട്. ഫിസിക്കൽ, കെമിക്കൽ, ന്യൂട്രീഷണൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഗ് നോക്കാനുണ്ട്. പ്രോസസിംഗ് ഓഫ് എഗ് ആൻഡ് എഗ് പ്രോഡക്ട്സ് നോക്കാനുണ്ട്. അതിന്റെ പ്രിസർവേഷൻ ആൻഡ് സ്റ്റോറേജ് കാര്യങ്ങളും വെറ്ററിനറി സയൻസസ് എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നുണ്ട്. വെറ്ററിനറി സയൻസ് പഠിക്കാനായി നിങ്ങൾക്ക് ലോറീസ് മീറ്റ് സയൻസ് എന്നുള്ള ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ കമ്മിങ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ആണെന്നൊക്കെ തോന്നാം. കാരണം കൂടുതൽ ലീഗൽ സൈഡ് ആയിരിക്കും. നമ്മൾ പഠിച്ച ഡിഗ്രിയിൽ എത്രത്തോളം ഇത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഡിഫിക്കൽട്ട് പോർഷൻ ആയിട്ട് തോന്നാം. പക്ഷെ നിങ്ങൾ ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ കറക്റ്റ് സോഴ്സ് കളക്ട് ചെയ്ത് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ളത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഇഷ്ടപ്പെട്ട് പഠിച്ചേ മതിയാവൂ. കാരണം 15 മാർക്സ് കൂടി ഈ ഒരു ഏരിയയിലുണ്ട്. സോ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നന്നായി തന്നെ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ്. മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിനെ പറ്റിയിട്ടാണ്. 2006 നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നമ്മുടെ FSSAI നിലവിൽ വന്ന ആക്ട് ആണ്. സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആക്ടിൽ പഠിക്കാനുണ്ട്. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൽ വരുന്ന ഡെഫിനേഷൻസ്, അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, അതായത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ റോള്, അതുപോലെ നമ്മൾ ജോയിന്റ് ഡയറക്ടർ ആകുമ്പോഴും അതുപോലെ നമ്മൾ മുകളിലേക്കൊക്കെ വരുമ്പോൾ ഓരോ ഓഫീസറിന്റെയും ഡ്യൂട്ടി എന്താണ്, റോൾ എന്താണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ടിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻസ്, നമ്മുടെ ഫംഗ്ഷൻസും പവേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ജനറൽ പ്രൊവിഷൻ ആസ് ടു ദ ആർട്ടിക്കിൾസ്, അതിന്റെ ചാപ്റ്റർ 4 സെക്ഷൻസ് 19 to 24 പഠിക്കാനുണ്ട്. പ്രൊഹിബിഷൻ ഓർഡേഴ്സ് അറിഞ്ഞിരിക്കണം. ഒരു നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഫുഡ് അനലൈസ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അനാലിസിസ് ഓഫ് ഫുഡ് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ഒഫൻസസ് ആണ് വരുന്നത്, എന്തൊക്കെ പെനാൾട്ടീസ് ആണ് വരുന്നത്, എന്തൊക്കെ ഡിഫൻസസ്, എഡ്യൂക്കേഷൻസ് ആണ് വരുന്നത്, ഒക്കെ നമ്മൾ ഈ ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്സ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് വരുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പഠിക്കാനുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പഠിക്കാനുണ്ട്. അതിൽ വരുന്ന ഡെഫിനിഷൻസ്, കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ് പഠിക്കാനുണ്ട്. സെക്ഷൻ 190 പഠിക്കാനുണ്ട്. കംപ്ലൈന്റ്സ് ടു മജിസ്ട്രേറ്റ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സെക്ഷൻസും എന്തൊക്കെയാ ഡെഫിനിഷൻസും ഒക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സിലബസ് വെച്ച് നോക്കുക. കോഡ്സും ആക്ട്സും ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ട്രയൽ ഓഫ് സെഷൻ കേസസ് നോക്കാനുണ്ട്. ട്രയൽ ഓഫ് വാറന്റ് കേസസ് നോക്കാനുണ്ട്. ട്രയൽ ഓഫ് സമൻസ് കേസസ് നോക്കാനുണ്ട്. സമ്മറി ട്രയൽ നോക്കാനുണ്ട്. ബെയിൽ ആൻഡ് ബോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫൈനലി നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടും പഠിക്കാനുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, അതിൽ വരുന്ന ഡെഫിനേഷൻസ്, എക്സ്പേർട്ട് എവിഡൻസ്, ഡോക്യുമെന്ററി എവിഡൻസസ്, അതിൽ കൊടുത്തിരിക്കുന്ന സെക്ഷൻസ് ഒക്കെ പഠിക്കാനുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസിൽ വരുന്നത്. മറക്കരുത്, 15 മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഒട്ടും സീരിയസ് അല്ലാതെ വിടാൻ പറ്റിയ ഏരിയ അല്ല. നിങ്ങൾ സീരിയസ് ആയി തന്നെ ഈ ആക്ടുകൾ, മെയിൻ ആയിട്ട് 3 ആക്ട് ആണ് പറയുന്നത്, അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ തറവായി തന്നെ നോക്കേണ്ടതുണ്ട്. ഈ ഒരു സെക്ഷൻ നോക്കാൻ വേണ്ടി നമുക്ക് ഗൈഡ് ടു ഫുഡ് ലോസ് എന്നൊരു ബുക്ക് അവൈലബിൾ ആണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്, അതുപോലെ ബാക്കി ആക്ട് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ സോ ആ ആക്ടുകൾ വെച്ചിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, സിമ്പിൾ ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം കൂടി ഉപയോഗിക്കാവുന്നതാണ്. Now coming to the 5th module, അഞ്ചാമതായി നമുക്ക് വരുന്നത് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. അതിൽ 15 മാർക്കാണ് ഈ സെക്ഷനിൽ വരുന്നത്. ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസിൽ 15 മാർക്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫുഡിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, നമുക്കറിയാം ഫുഡിൽ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നു നമുക്ക്, അതുപോലെ ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ തരുന്നുണ്ട്. സോ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ സോഴ്സസ്, ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ഫങ്ഷൻസ്, നമ്മൾക്ക് ഡെയിലി റിക്വയർമെന്റ്സ് എത്രയാണ്, ഡൈജഷൻ, അബ്സോർപ്ഷൻ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രോട്ടീൻസിന്റെ ബയോളജിക്കൽ വാല്യൂനെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്രോട്ടീൻസിന്റെ എഫിഷ്യൻസി റേഷ്യോ, അതുപോലെ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, നെറ്റ് പ്രോട്ടീൻ റേഷ്യോ, കെമിക്കൽ സ്കോർ, ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡൻസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫുഡിന്റെ എനർജി വാല്യൂ, ഓരോ കോമ്പണന്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന എനർജി വാല്യൂ എത്രയാണ്, റെസ്പിറേറ്ററി കോഷ്യന്റ് എന്താണ്, നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റിന്റെ ഡിറ്റർമിനേഷൻ, അതുപോലെ എനർജി മെറ്റബോളിസം ഡ്യൂറിംഗ് വർക്ക് അതിന്റെ ഡിറ്റർമിനേഷൻ, എനർജി എക്സ്പെൻഡിച്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എത്രയാണ്, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്സ്, ബാലൻസ് ഡയറ്റ് ഫോർമുലേഷൻ, നമ്മളൊരു ബാലൻസ് ഡയറ്റ്
ആണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവുന്നത്. പിന്നെ ഫുഡിലുള്ള അഡൾട്രൻസിന് നമുക്ക് അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ടെക്നീക്ക് യൂസ് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞു തോന്നുന്നു, ഫുഡിൽ ഒരുപാട് തരത്തിലുള്ള അഡൾട്രൻസ് വരാൻ ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മിൽക്കിലാണെങ്കിൽ ഇപ്പൊ ചോക്ക് പൗഡർ, വാട്ടർ എന്നൊക്കെ പറയുന്നുള്ള അഡൾട്രൻസ് വരാം. അതുപോലെ ഇപ്പം ഗീ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ വെജിറ്റബിൾ ഓയിലോ അനിമൽ ഫാറ്റ് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ ഗീ. അതുപോലെ ചില സമയത്ത് നമുക്ക് കാണാം ബ്ലാക്ക് പെപ്പറിന് പകരം പപ്പായ സീഡ്സ് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചില്ലി പൗഡറിന് പകരം അതിൽ ബ്രിക് പൗഡറോ അല്ലെങ്കിൽ സോഡസ്റ്റോ ഒക്കെ മിക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് ഒക്കെ കാണാറുണ്ട്. സോ അത്തരത്തിലുള്ള അഡൾട്രൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ചുമതലയാണ്. അപ്പൊ അതിന് എന്തൊക്കെ ടെക്നീക്സ് ആണ് ഉള്ളത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ആ ടെക്നിക്കിന്റെ ഒക്കെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ക്രൊമാറ്റോഗ്രഫീനെ കുറിച്ച്. സോ പല ടൈപ്പ് ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. കോളം ക്രൊമാറ്റോഗ്രഫി, പേപ്പർ ക്രൊമാറ്റോഗ്രഫി, TLC തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, HPLC, GC എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, അങ്ങനെ കുറെ മെത്തേഡ്സ് ക്രൊമാറ്റോഗ്രഫിയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പ്രിൻസിപ്പിളും പ്രൊസീജിയറും ഇതിന്റെ ഡിറ്റക്ഷൻ ടെക്നിക്കും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്, അതും പല ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. ഇൻഫ്രാറെഡ്, UV, മാസ് സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടെക്നിക്സ് ഉണ്ട്. അതിന്റെയും ഓരോന്നിന്റെയും ഡീറ്റെയിൽസും പ്രിൻസിപ്പിൾസും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഫുഡ് അനാലിസിസ്, ഫുഡിലുള്ള ഓരോ കോമ്പണന്റും എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറും കാര്യങ്ങളും മാനുവൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം എങ്ങനെ നിങ്ങൾക്ക് മോയ്സ്ചർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാം, അതിന് ഹോട്ട് എയർ ഓവൻ മെത്തേഡ്, മൈക്രോവേവ് മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിന് അതേപോലെ ഓരോ പെർട്ടിക്കുലർ കോമ്പണന്റിന്റെയും ആഷ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ക്രൂഡ് ഫൈബർ ആണെങ്കിലും ക്രൂഡ് പ്രോട്ടീൻ ആണെങ്കിലും സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ നമ്മൾ ഫുഡിൽ വരുന്ന എല്ലാ കോമ്പണന്റ്സിന്റെയും അനാലിസിസ് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ പഠിക്കാൻ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഫുഡ് അഡൾട്രേഷൻ, കോമൺ ആയിട്ടുള്ള അഡൾട്രൻസ് എന്തൊക്കെയാണ്, കണ്ടാമിനേഷൻ, പെസ്റ്റിസൈഡ് അനാലിസിസ് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഫൈനലി ഓയിൽ ആൻഡ് ഫാറ്റ്, അതിന്റെ അയഡിൻ വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്നുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂൾ, അതായത് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് ബുക്ക് റെഫറൻസസ് ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബയോകെമിസ്ട്രി ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ് ബൈ റാഫി MD, അതുപോലെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ബൈ DC ശർമ്മ. ഈ 2 റെഫറൻസ് മെറ്റീരിയൽസ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ, ഈ ഒരു മൊഡ്യൂളിലുള്ളത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദെൻ വി ഹാവ് ദ 6th മൊഡ്യൂൾ. 6ാമത്തെ മൊഡ്യൂൾ പറയുന്നത് മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് ആണ്. ഇതൊരു 10 മാർക്സ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10 മാർക്സ് ആയിരിക്കും. ഇതിൽ കൂടുതലായിട്ടും വരുന്നത് മൈക്രോസ്കോപ്പി, അതിന്റെ സ്റ്റെയിനിങ്, കൾച്ചർ ടെക്നിക്സ്, സ്റ്റെറിലൈസേഷൻ, നിങ്ങൾ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ലാബ് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. കൾച്ചർ മീഡിയാസിനെ പറ്റിയിട്ട്, മൈക്രോബിയൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, മൈക്രോബിയൽ ഗ്രോത്തിന്റെ കർവ്, അതിന്റെ തെർമൽ ഡെത്ത് ടൈം, അതായത് എത്ര സമയം എടുക്കും ഒരു സ്പെസിഫിക് ബാക്ടീരിയനെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ കില്ല് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. തെർമൽ ഡെത്ത് പോയിന്റ്, ഡെസിമൽ D വാല്യൂ, Z വാല്യൂ, അതുപോലെ സോഴ്സസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ഫുഡ്. ഇപ്പം മിൽക്കിലാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടാവും, അതായിരിക്കില്ല ചിലപ്പോൾ മീറ്റിലുള്ളത്. വെജിറ്റബിൾസിലുള്ളത് വേറൊരു തരത്തിലുള്ള സോഴ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ആയിരിക്കും. അപ്പൊ ഇൻ ജനറൽ ഫുഡിൽ വരുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പെരിഷബിൾ ഫുഡ്സ്, സെമി പെരിഷബിൾ ഫുഡ്സ്, നോൺ പെരിഷബിൾ ഫുഡ്സ് ഉള്ള ഡിഫറെന്റ് കാറ്റഗറീസ് പഠിക്കാനുണ്ട്. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാരാമീറ്റേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ കണ്ടന്റ് ഓഫ് ഫുഡ് നോക്കാനുണ്ട്. ഫുഡ് സ്പോയിലേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫുഡ് സ്പോയിലേജ്. ഫുഡ് സ്പോയിലേജ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ ടൈപ്സ് ഓഫ് സ്പോയിലേജ്, കോസസ്, ഇൻഡിക്കേഷൻസ്, എങ്ങനെ നമുക്ക് ഫുഡ് സ്പോയിലേജ് കൺട്രോൾ ചെയ്യാം, അതായത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ളത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം, അതുപോലെ പ്രോസസിങ് സ്റ്റേജിലൊക്കെ നമുക്ക് എങ്ങനെ സ്പോയിലേജ് കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. ഫുഡ്ബോൺ ഇൽനെസ്, ഫുഡിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇൽനെസ്സസ് വരാറുണ്ട്, ഇൻഫെക്ഷൻസ് വരാറുണ്ട്, ഇൻടോക്സിക്കേഷൻസ്, അതായത് പോയ്സണിങ്ങും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് മെഡിക്കൽ ആസ്പെക്ട്സ് കൂടി ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ന്യൂറോലാഥൈറിസം, എഫ്ലാടോക്സിൻസ്, എർഗോട്ടിസംസ്, അതുപോലെ എപ്പിഡമിക് ഡ്രോപ്സി, ടൈഫോയിഡ് ഫീവർ, സാൽമനലോസിസ്, സ്റ്റെഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ, ബോട്ടുലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടോപ്പിക്സ് അതിൽ പഠിക്കാനുണ്ട്. ഈക്കോളൈ, ഡയറിയ, കോളറ, ഷിഗല്ലോസിസ്, ഇതൊക്കെ റീസെന്റ് ആയിട്ട് കോഴിക്കോടൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഷിഗല്ലോസിസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഈ അടുത്ത് വന്നു, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് അറിയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട്.
ഫുഡ് പോയ്സണിങ്ങിനെ പറ്റിച്ച് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് ഫുഡ് പോയ്സണിങ് പഠിക്കാനുണ്ട്, അതിന്റെ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മൈക്രോബയോളജിക്കൽ ആസ്പെക്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫുഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഫുഡ് സാനിറ്റേഷൻ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. റെഫ്രിജറേഷൻ, സർവൈലൻസ്, ഫുഡ് ഹാൻഡ്ലേഴ്സ്, അതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ, ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫുഡ് ഹാൻഡ്ലേഴ്സ്, എഡ്യൂക്കേഷൻ ഓഫ് ഫുഡ് ഹാൻഡ്ലേഴ്സ്, അഡൾട്രേഷൻ ഓഫ് ഫുഡ്, ഹെൽത്ത് ഹസാർഡ്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട്. 10 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് അതിൽ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ. അതുപോലെ സാനിറ്റേഷൻ ഓഫ് ഈറ്റിംഗ് പ്ലേസസ്, അതിന്റെ മിനിമം സ്റ്റാൻഡേർഡ്, നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയിലോ മാത്രമല്ല അതിന്റെ ഒരു സാനിറ്റേഷൻ വരുന്നത്. നമ്മുടെ ഈറ്റിംഗ് പ്ലേസും സാനിറ്റൈസ്ഡ് ആണ്, അത് പ്രോപ്പർലി ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്താൽ മാത്രമേ നമുക്ക് ഫ്രീ ഓഫ് എനി കൈൻഡ് ഓഫ് ഇൽനെസ് ആവാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു അസുഖങ്ങളും നമുക്ക് വരുന്നെങ്കിൽ നമ്മുടെ ഈറ്റിംഗ് പ്ലേസും നീറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ട മിനിമം സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, നമ്മൾ അൺകുക്ഡ് ആയിട്ടുള്ള ഫുഡ് സ്റ്റഫ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സ്റ്റോറേജ് ഏരിയന്റെ നീറ്റ്നെസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെ പ്രോപ്പറായി ചെയ്യാം, അതുപോലെ വാട്ടർ സപ്ലൈ, വാഷിംഗ് ഫെസിലിറ്റീസ്, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള സാനിറ്റേഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ ഫെർമെന്റഡ് ഫുഡ്സ് നമുക്ക് ഈ മൈക്രോബ്സിനെ കൊണ്ട് നമ്മൾ ഇത്രയും നേരം കുറെ ഹാർംഫുൾ എഫക്ട് പറഞ്ഞു, പോയ്സണിങ് പറഞ്ഞു, അഡൾട്രേഷൻ പറഞ്ഞു. പക്ഷെ ഹാർംഫുൾ എഫക്ട് മാത്രമല്ല, നമുക്ക് ഗുണങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. ഫെർമെന്റഡ് ഫുഡ്സ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ വീട്ടില് ദോശമാവ് ഉണ്ടാകുന്നതും നമ്മുടെ പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്നതും ഒക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഫെർമെന്റഡ് ഫുഡ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ വരുന്നുണ്ട്. എന്തൊക്കെ ടൈപ്സ് ആണ്, അതിന്റെ പ്രൊഡക്ഷൻ, അതിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ സ്പോയിലേജ് ഓഫ് ഫെർമെന്റഡ് ഫുഡ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫെർമെന്റഡ് ഫുഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ പഠിക്കാനുണ്ട്. അതിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും രണ്ടും പഠിക്കാനുണ്ട്. ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്, കോളിഫോംസ്, പാത്തജൻസിന്റെ ഡിറ്റക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് മൂവ് ഓൺ ചെയ്യേണ്ടത് മൈക്രോബയോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. വാട്ടറിൽ തന്നെ പ്യൂരിഫിക്കേഷൻ, അതിന്റെ ഡൊമസ്റ്റിക് വാട്ടറിന്റെയും മുനിസിപ്പൽ പർപ്പസിലുള്ള വാട്ടറിന്റെയും ഒക്കെ പ്യൂരിഫിക്കേഷൻ, സൂവേജ് ട്രീറ്റ്മെന്റ്, അപ്ലിക്കേഷൻ ഓഫ് എൻസൈംസ്, മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എൻസൈംസ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം ഈ അപ്ലിക്കേഷൻ ഓഫ് എൻസൈംസ്, ഇൻഡസ്ട്രിയിൽ വരുന്ന എൻസൈംസ്, പല എൻസൈംസ് ഉണ്ട്, പ്രോട്ടിയേസ്, പെക്റ്റിനേസ് എന്നൊക്കെ പറഞ്ഞിട്ട്, റെന്നറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എൻസൈംസ് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അപ്ലിക്കേഷൻസ് നോക്കാറുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഫ്ലേവർ ആൻഡ് കളർ, എൻസൈം ഇമ്മൊബിലൈസേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, യൂസ് ഓഫ് എമൈലേസ്, ഇൻവെർട്ടേസ്, പ്രോട്ടിയേസ്, പെക്റ്റിനേസ്, സെല്ലുലേസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി. പിന്നെ ബയോറിയാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്. ബയോറിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫെർമെന്റേഷൻ ചെയ്യുന്ന ലാർജ് വെസൽസ് ആണ്. നമ്മളൊരു എൻസൈം യൂസ് ചെയ്തിട്ട് റോ മെറ്റീരിയൽസിനെ ബയോകെമിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്വിപ്മെന്റ് ആണ് ബയോറിയാക്ടർ. സോ ഈ ബയോറിയാക്ടറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സിംഗിൾ സെൽ പ്രോട്ടീൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് നമ്മളൊരു മൈക്രോബയൽ കൾച്ചറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ, അതാണ് ഒരു സിംഗിൾ സെൽ പ്രോട്ടീൻ, ഏറ്റവും സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ. സോ അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മോളിക്കുലർ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് കണ്ടാമിനേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിനെ കുറിച്ച്, അതിന്റെ ലേബലിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ, 10 മാർക്കുള്ള ഒരു മൊഡ്യൂളാണ്. കുറെ കാര്യങ്ങൾ, കുറെ ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. 10 മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് അനന്ത നാരായണൻ ആൻഡ് പണിക്കർ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മൈക്രോബയോളജി, അതിന്റെ 12th എഡിഷൻ. അതുപോലെ ഫണ്ടമെന്റൽസ്, ചാലഞ്ചസ് ആൻഡ് ഹെൽത്ത് ഇംപ്ലിക്കേഷൻസ്, മൈക്രോബയോളജി റിസർച്ച് അഡ്വാൻസസ് ബൈ എലെയിൻ എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക്. ഈ 2 ബുക്സ് ആണ് നിങ്ങൾക്ക് റെഫറൻസിനായി സജസ്റ്റ് ചെയ്യുന്നത്. Then we move on to a section called agricultural sciences. ചെറിയൊരു സെക്ഷൻ ആണ്, 5 മാർക്കാണ് നിങ്ങൾക്ക് അഗ്രികൾച്ചറൽ സയൻസസിൽ വരുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്, ഓക്കെ, ഒരു വെജിറ്റബിൾസ് ആൻഡ് ഗ്രെയിൻസ് ആൻഡ് ഫ്രൂട്ട്സ്, ഈ ഒരു 3 കാര്യങ്ങളുടെ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൊഡ്യൂള് നിൽക്കുന്നത്, അഗ്രികൾച്ചറൽ സയൻസസ് എന്ന് പറയുന്നത്. അതിൽ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗില് ഫിസിയോളജി ഓഫ് മെച്യൂരിറ്റി, റൈപ്പനിങ്, സെനസൻസ്, അതായത് ഫുഡ്, ഒരു പെർട്ടിക്കുലർ സീരിയൽ അത് എപ്പോഴാണ് മെച്യൂർ ആകുന്നത്, നമുക്ക് എപ്പോഴാണ് അതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് എപ്പോഴാണ് റൈപ്പൻ ആവുന്നത്, അത് എപ്പോഴാണ് ഓൾഡ് ആവുന്നത്, അത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് വീണ് പോകും, അതിന്റെ സെനസൻസ് ആണ്. സോ ആ ഒരു സ്റ്റേജസ് ഒക്കെ എന്താണ് എന്നുള്ളതൊക്കെയാണ് പഠിക്കാനുള്ളത്. സീരിയൽസിന്റെ മാത്രമല്ല, പൾസസിന്റെയും ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ നമുക്ക് ഫിസിയോളജിയും റൈപ്പനിങ്, സെനസൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ മെച്യൂരിറ്റി ഇൻഡീസസ്, അതായത് എപ്പോഴാണ് നമ്മളൊരു പെർട്ടിക്കുലർ ക്രോപ്പ് റെഡി ടു ഹാർവെസ്റ്റ് ആവുന്നത്, അതിന് ആ ക്രോപ്പ് തരുന്ന സൈൻസ് അല്ലെങ്കിൽ റെഡിനെസ് ടു ഹാർവെസ്റ്റിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ എപ്പോഴാണത് റെഡി ടു ഹാർവെസ്റ്റ് ആവുന്നത് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അത് തരില്ലേ.
അതായത് ഇപ്പൊ ഒരു ടൊമാറ്റോ ആണെങ്കിൽ അതിന്റെ ഫ്രൂട്ട് കളർ മാറും. നമ്മളത് പച്ചയായിരിക്കുമ്പോഴല്ല ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അതൊന്ന് പഴുത്തു കഴിയുമ്പോഴാണ്. സോ അത്തരത്തിലുള്ള ഇൻഡിക്കേഷൻസ് ആ പ്ലാന്റ് തന്നെ തരും, അല്ലെങ്കിൽ ആ ഫ്രൂട്ടോ വെജിറ്റബിളോ നമുക്ക് തരും. അത്തരത്തിലുള്ള ഇൻഡെക്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, പിന്നീടുള്ള ലോസസ്, അതായത് ചിലപ്പം ബേർഡ് ഫീൽഡിൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ബേർഡ്സ് വന്നിട്ട് കുറച്ച് കൊത്തിക്കൊണ്ടുപോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റോഡന്റ് അറ്റാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം. സോ അത്തരത്തിലുള്ള പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസിനെ കുറിച്ച്, ഫേസസ് ഓഫ് ലോസ് ആൻഡ് മെഷർ ടു റെഡ്യൂസ് ദ ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ച് അതിന്റെ ഗ്രേഡിങ്, മെത്തേഡ് ഓഫ് ഗ്രേഡിങ്, എക്വിപ്മെന്റ് ഫോർ ഗ്രേഡിങ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ആണ്, അതിലും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രെയിൻസിന്റെ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതായത് മോഡേൺ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്, പല ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച്. പിന്നെ സൈസ് റിഡക്ഷൻ, കട്ടിങ്, ചോപ്പിംഗ് പോലത്തെ സൈസ് റിഡക്ഷൻ ടെക്നിക്സ് ഗ്രെയിൻസിലാണെങ്കിലും അതിന് നമുക്ക് എക്വിപ്മെന്റ്സ് അവൈലബിൾ ആണ് സൈസ് റിഡക്ഷന് വേണ്ടിയിട്ട്. സോ എന്തൊക്കെ എക്വിപ്മെന്റ്സ് ആണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എഡിബിൾ മഷ്റൂംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫൈനലി സ്റ്റോർ പ്രൊഡക്റ്റ് പെസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതും ഒരു വാസ്റ്റ് ഏരിയ ആണ്. നമ്മളൊരു ഗ്രെയിനോ അല്ലെങ്കിൽ ഒരു സാക്ക് ഓഫ് പാഡിയോ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പെസ്റ്റുകൾ വരുന്ന അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്തൊക്കെ തരത്തിലുള്ള പെസ്റ്റുകളാണുള്ളത്, കുറച്ച് എന്റമോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതിനെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, എങ്ങനെ ഒരു ഇൻസെക്ട് അറ്റാക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, വന്നാൽ തന്നെ അതിനെങ്ങനെ ക്യൂർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, റോഡൻസ്, റാറ്റോ, മൈസോ അതിന്റെയൊക്കെ അറ്റാക്ക് ഇല്ലാതെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഒരു സ്റ്റോറേജ് ഏരിയ എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ പ്രിവെൻഷന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രിൻസിപ്പൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കൺട്രോൾ പഠിക്കാനുണ്ട്. റോഡന്റിസൈഡ്സ്, അക്യൂട്ട് പോയിസൺസ്, ക്രോണിക് പോയിസൺസ്, ഫ്യൂമിഗൻസ്. പലതരത്തിലുള്ള ഫ്യൂമിഗൻസ് ഇപ്പൊ അവൈലബിൾ ആണ്, ലൈക് ഫോസ്ഫൈൻ, അലൂമിനിയം ഫോസ്ഫൈഡ്, ഓസോൺ പോലെയുള്ള ഒരുപാട് ഫ്യൂമിഗൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഫ്യൂമിഗൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫ്യൂമിഗേഷൻ എന്ന് പറയുന്ന ടെക്നീക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ബെയ്റ്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ, റാറ്റ് പ്രൂഫിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അഗ്രികൾച്ചറൽ സയൻസസിൽ വരുന്നത്. 5 മാർക്കാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പക്ഷെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് അഗ്രികൾച്ചറൽ സയൻസസ്. റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് അഗ്രികൾച്ചറൽ സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ആൻഡ് പ്രോസസിംഗ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ബൈ PS പണ്ഡിറ്റ്, ഈ ഒരു ബുക്ക് നല്ലൊരു സോഴ്സ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പ്രോസസിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് NS റാത്തൂർ, ഈ ഒരു ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് റെഫറൻസിന് യൂസ് ചെയ്യാം. Now നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് ഏരിയാസ് കഴിഞ്ഞു. ഇനി നമുക്ക് 8, 9, 10 എന്ന് പറയുന്നത് ഒരു ജനറൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ് ഇനി വരുന്ന 3 അതിൽ 8ാമത് നിങ്ങൾക്ക് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ് ആണ്. അതിന് 10 മാർക്സ് ആണ് കവർ ചെയ്യുന്നത്. ഇത് ഒരു ലീഗൽ സൈഡ് വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ് ഉള്ള ഏരിയ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ കുറിച്ച്, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദിയർ ഫംഗ്ഷൻ, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ വരുന്നത്. നിങ്ങൾ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ ഒരു കാര്യം നല്ല രീതിയിൽ കറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഈ 10 മാർക്സ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കാം. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് സോഴ്സ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ബൈ M ലക്ഷ്മികാന്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിന്റെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പ്രീവിയസ് എക്സാമിനേഷൻസിൽ നിന്നും അതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ കിട്ടും. ഈ ഒരു ഏരിയ മാത്രമല്ല, നമുക്ക് 8, 9, 10 വരുന്ന മൊഡ്യൂൾസിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ റെഫറൻസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. 9th 1 വരുന്നത് മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ആണ്. അത് അഗൈൻ 10 മാർക്കാണ്. ഒരു ജനറൽ PSC അല്ലെങ്കിൽ ഒരു SSC എക്സാമിന്റെ, ബാങ്ക് എക്സാമിന്റെ, ഒരു ബാങ്ക് എക്സാമിന്റെ ഒന്നും ലെവലിലുള്ള ഡിഫിക്കൽട്ടിയിലേക്ക് പോവില്ല. പക്ഷെ ഞാൻ പറയാണ്, ഈ ഒരു കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒരു PSC ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതിയാവും. അതിൽ കാൽക്കുലേഷൻസ്, ലോജിക്സ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സിനോണിം, ആന്റണിം, ലെറ്റർ ആൻഡ് നമ്പർ സീരീസ്, ഓഡ് മാൻ ഔട്ട്, അനലോഗി, കോമൺ സെൻസ് ടെസ്റ്റ്, അതുപോലെ ആൽഫബറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, ഡേറ്റ് ആൻഡ് കലണ്ടർ, സെൻസ് ഓഫ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതിയാവും. അങ്ങനെ ഒരു 10 മാർക്സ് നിങ്ങൾക്ക് ആ ഒരു ഏരിയ മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് കിട്ടും. ദെൻ വി ഹാവ് ജനറൽ ഇംഗ്ലീഷ്, അത് അഗൈൻ 10 മാർക്സ് ആണ്.
അതിൽ ഗ്രാമർ വരുന്നുണ്ട്, അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വേർബ് വരുന്നുണ്ട്, കൺഫ്യൂസിംഗ് adjectives, adverbs, comparison of adjectives, correct usage of articles, prepositions, direct and indirect speech, active and passive voice, correction in sentences, etc. ആണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. പിന്നെ നിങ്ങൾക്കുള്ളത് vocabulary, gender, singular and plural, synonym, antonyms, one word substitutes, problem concerning words, idioms and their meanings. ഇത്രയും കാര്യങ്ങൾ ജനറൽ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് PSCന്റെ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. Now for quick review of concept, ഇങ്ങനെ പല ബുക്സ് എടുത്ത് വായിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ക്വിക്ക് റിവ്യൂ ഓഫ് നിങ്ങൾക്ക് ഒരു ബേസ് നിങ്ങളുടെ തറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നോക്കാൻ പറ്റിയൊരു ബുക്കാണിത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ബൈ ജെയിൻ ബ്രദേഴ്സ്. ഈ ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതുപോലെ MCQ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ ബൈ ലളിത ഗൗറിന്റെ ഒരു ബുക്ക് അവൈലബിൾ ആണ്. അതിൽ പ്രീവിയസ് ഇയേഴ്സിന്റെ സോൾവ്ഡ് പേപ്പേഴ്സ് ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ ഫർദർ റെഫറൻസിന് പല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. സോ അതിന്റെയൊക്കെ റെഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ കേരള PSC, TNPSC, തെലങ്കാന സ്റ്റേറ്റ് PSC ഒക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് മെറ്റീരിയൽസും അതിന്റെ പ്രാക്ടീസും പ്രോബ്ലംസ് ഒക്കെ കിട്ടുന്ന ബുക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബുക്സും റെഫറൻസ് മെറ്റീരിയലും കളക്ട് ചെയ്തതുകൊണ്ടോ അത് നിങ്ങളുടെ കയ്യിലുണ്ടായതുകൊണ്ടോ ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കറക്റ്റ് അല്ലെങ്കിൽ, സോ ഒരു കറക്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു PSC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ എപ്പോഴും ഒരു ടോപ്പറിന്റെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ടോപ്പർ മൈൻഡ് സെറ്റോടെ വേണം നിങ്ങൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അതിന് നിങ്ങൾ 3 ലെവൽസിൽ നിങ്ങൾ തിങ്ക് ചെയ്യണം. ആദ്യം നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യാം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സിലബസിനെ പറ്റി ഒരു തറോ ഐഡിയ, ഏതൊക്കെ ഏരിയാസ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് PSC ഏതൊക്കെ ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളൊരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയ വേണം. പിന്നെ നിങ്ങളുടെ ഒരു മെന്റർ ആയിട്ട് തന്നെ യു ഷുഡ് തിങ്ക് യുവർ സെൽഫ് ആസ് എ മെന്റർ. നിങ്ങൾ തന്നെ ഒരു മെന്റർ ആണ്. നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഒരാൾ എത്രത്തോളം നിങ്ങൾ പഠിച്ച ടോപ്പിക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളൊരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആ ഒരു സബ്ജക്റ്റിൽ കോൺഫിഡൻസ് കിട്ടും. സോ അങ്ങനെ ഒരു മെന്ററായി തന്നെ നിങ്ങളുടെ തന്നെ മെന്ററായിട്ട് നിങ്ങൾ മാറുക. ആൻഡ് ഫൈനലി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആയിട്ട് വേണം പഠിക്കാൻ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സെക്ഷൻ എടുത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു സെക്ഷനിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററായി ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇടും, എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇടും, അങ്ങനെ ആ ഒരു ഏരിയയിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യാം. നിങ്ങൾ അതിനെ മാറി മറിഞ്ഞും ഏത് രീതിയിൽ വന്നാലും അതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് വരിക. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു മാസ്റ്റർ ആയിട്ട് വരിക. നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. ഇന്നലത്തെ എന്നേക്കാൾ ഒരു ശതമാനം ഞാൻ നെക്സ്റ്റ് ഡേ മുന്നിൽ വരും എന്നുള്ള കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഒരു ദിവസം പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. തുടങ്ങാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നാളെ കഴിയട്ടെ അല്ലെങ്കിൽ മറ്റന്നാൾ ആവട്ടെ എന്ന് വിചാരിക്കാതിരിക്കുക. ഇടയിൽ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റാണ്ട ഒരു ദിവസം പോലും വരില്ല. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി മാറ്റിവെക്കുക. ഒരു 10 മിനിറ്റ്സ്. ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം നോക്കാതായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു മടി കയറി വരും. സോ നിങ്ങളോട് തന്നെ തോൽക്കാതിരിക്കുക. മടിക്കാതെ നിങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സ്ട്രോങ് ആയി ഈ ഒരു പോസ്റ്റിൽ ഞാൻ എത്തും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സോ അതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് അതിനു വേണ്ടി 3 ഫേസസിലായിട്ടാണ് നിങ്ങൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. ആദ്യം നിങ്ങൾ phase 1 നിങ്ങളുടെ ഒരു പ്ലാനിങ് ഫേസ് ആണ്. അപ്പം ഈ പ്ലാനിങ് ഫേസ് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ തറോ ആയിട്ട് സിലബസിലൂടെ നോക്കുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ നോക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് നിങ്ങൾ കുറഞ്ഞു പോകുന്നത്. ഇപ്പം ചിലർക്ക് ഫുഡ് ടെക്നോളജി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ വെറ്റിനറി സയൻസിൽ നിങ്ങൾ കുറച്ച് ലോ ആയിരിക്കും. അപ്പൊ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. എവിടെയാണ് ഞാൻ സ്ട്രോങ്, എവിടെയാണ് ഞാൻ വീക്ക് ആയിരിക്കുന്നത്. നിങ്ങളുടെ വീക്ക് ഏരിയാസിനെ ആദ്യം നിങ്ങൾ സ്ട്രോങ് ആക്കാൻ നിൽക്കുക. നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് അവിടെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ എഫേർട്ട് എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് വരിക. എന്നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ അത് കളക്ട് ചെയ്യുക.
നിങ്ങൾ എല്ലാ സോഴ്സും, നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ സോഴ്സസും നിങ്ങൾ ഈ ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾ ആക്സസ് ചെയ്തിരിക്കണം. എനിക്ക് നിങ്ങൾക്ക് വേണ്ട റെഫറൻസ് മെറ്റീരിയൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പെന്നും പേപ്പർ ആണെങ്കിൽ അതുവരെ നിങ്ങൾ ഈ ഒരു ഫേസിൽ നിങ്ങൾ റെഡിയാക്കുക. പിന്നെ നിങ്ങൾ ഓടിക്കളിക്കാനോ ഒരു മെറ്റീരിയൽ കളക്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. നിങ്ങളെല്ലാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൈയെത്തുന്ന ഒരു ദൂരത്ത് നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കണം. പിന്നെ നിങ്ങൾ ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ച് പഠിച്ചു പോയാൽ മാത്രം പോരാ, നിങ്ങൾ റെഗുലർ ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കണം. ചിലരുണ്ട് കുറെ പഠിക്കും, പഠിച്ചു തന്നെ പിന്നെയും പഠിക്കും, പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കില്ല. പക്ഷെ അതൊരു വലിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രയും നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്ലാനിങ് ഫേസ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ഫേസിലേക്ക് പോവുക, ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അതായത് ഇത് ഒരു ഇന്റൻസീവ് പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ ഏതൊരു കോൺസെപ്റ്റ് എടുത്താലും നിങ്ങൾ അതിന്റെ മാസ്റ്റർ ആവുക. ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്ലാരിറ്റി വരുത്തുക. വെറുതെ എന്തോ പഠിച്ചു പോകരുത്. ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിട്ടിട്ട് പോകുന്ന ആ ഒരു കറക്റ്റ് സാധനം തന്നെ ആയിരിക്കും പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. കറക്റ്റ് അത് തന്നെയായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. സോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് ഈ ഒരു സാധനം പോട്ടെ അങ്ങനെ വിചാരിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി തന്നെ പഠിക്കുക. ടോപ്പിക് വൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചിലരുണ്ട് ടോപ്പിക് വൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾ പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ നോട്ട് ഉണ്ടാക്കും. നോട്ട് ഉണ്ടാക്കി തന്നെ ഒരുപാട് സമയം പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വെറുതെ വാരി വലിച്ചൊരു നോട്ട് ഉണ്ടാക്കരുത്. ലാസ്റ്റ് മൊമെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിവിഷൻസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഒരു കാര്യം പഠിച്ച് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അത് മൈൻഡ് സ്ട്രൈക്ക് ആവാത്തത് അത് മാത്രം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യം പിന്നെയും എഴുതി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കി അത് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കാം. ഇനി പിന്നെ ഒരു റിവിഷൻ ചെയ്യാണ്. ആ നോട്ടിൽ തന്നെ നമ്മൾ ഒരു ആഴ്ച അത് പഠിച്ചു, ആ ഒരാഴ്ചന്റെ എൻഡിൽ ഇപ്പൊ നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ ഒരു കോൺസെപ്റ്റ് പഠിച്ചു, സാറ്റർഡേ സൺഡേ അതൊന്ന് റിവൈസ് ചെയ്യുക. അത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണോ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ തലയിലേക്ക് കയറാത്തത് ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ബ്ലൂ കളർ പെന്നോണ്ടാണ് എഴുതിയതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിൽക്കാത്ത ഒരു പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. പിന്നെ ആ ഒരു കാര്യങ്ങൾ പിന്നെ നമ്മൾ പിന്നെയും ഒരു റിവിഷൻ ചെയ്യുമ്പോൾ ആദ്യം ഈ മാർക്ക് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും അതിനെ ഹൈലൈറ്റ് ചെയ്യുക. കളേഴ്സ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഹൈലൈറ്റർ ഉപയോഗിച്ചോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കയറാത്ത ആ ഒരു പോയിന്റ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ തറോ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തി തന്നെ പഠിക്കുക. റിവൈസ് ചെയ്ത് കണ്ടിന്യൂസ് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ചെറിയ പിക്ചേഴ്സ് വരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഷോർട്ട് ആക്കി എന്തെങ്കിലും ഒരു കോഡ് ഇട്ടിട്ടോ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു പോയിന്റ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ചെറിയ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടിക്കൽ ആക്കുക നിങ്ങളുടെ നോട്ട്സിൽ. അതുപോലെ റിവിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ കീപ് ഓൺ റിവൈസിങ്. നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞത് മാറ്റി വെക്കരുത്. മെമ്മറി ലോസ് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പഠിച്ചു എന്ന് പറഞ്ഞത് കൂട്ടി വെക്കാതെ വീണ്ടും അതൊരു റിപ്പീറ്റഡ് ഇന്റർവൽ ഓഫ് ടൈമിൽ റിവിഷൻസ് ചെയ്യുക. എത്രത്തോളം റിവിഷൻ നിങ്ങൾക്ക് എക്സാമിന് വരെ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ റിവൈസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. എത്രയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസിനെ നോട്ട് ചെയ്ത് വെക്കുക. അതിന് പിന്നെയും പഠിച്ചെടുക്കുക. ആ ഒരു നിങ്ങൾക്ക് ക്വസ്റ്റ് പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഏരിയയിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ വീണ്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഫൈനലി നിങ്ങളുടെ തേർഡ് ഫേസ് ആൻഡ് ഫൈനൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ഫേസ് ആണ്. ഈ ഒരു ഫിനിഷിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ സിലബസ് ഏകദേശം നിങ്ങളുടെ എക്സാമിന്റെ 3 മാസം ഒക്കെ മുന്നേ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിന്റെ കൂടെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫൈനൽ സിലബസ് വരും. ആ ഒരു ഫൈനൽ സിലബസ് വരുമ്പോഴേക്ക് നിങ്ങൾ ഏകദേശം കംപ്ലീറ്റ് നിങ്ങളുടെ സിലബസ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. പിന്നെ നിങ്ങളുടെ ഫൈനൽ സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ ഒരു സിലബസിൽ നിന്നും നിങ്ങൾ പഠിച്ചതുമായിട്ടുള്ള ഡിഫറൻസ് വന്നത്, അതായത് നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്ക് കയറി വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു ഏരിയയിൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു പുതിയ ടോപ്പിക് വന്നാലും അത് ഏറ്റവും ആദ്യം തന്നെ ആ ഒരു ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. അതിന്റെ ഒരു ജനറൽ ഐഡിയ കിട്ടിയ ശേഷം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള MCQs ഒക്കെ കളക്ട് ചെയ്യുക. അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത്രയും കഴിഞ്ഞാൽ ഇത് ഏകദേശം എക്സാമിൽ ഒരു 50 days മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഒരു റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് 50 days കിട്ടും. ഈ ഒരു 15 days പീരീഡിൽ ഈ 50 ദിവസത്തിൽ ഒരു 20 ദിവസം നിങ്ങൾ
എക്സാംസ്, മോക്ക് ടെസ്റ്റുകള്, മോഡൽ എക്സാമുകൾ, ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ ഇപ്പൊ കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് എക്സാംസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ട് അങ്ങനത്തെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ അത് കവർ ചെയ്യുക. നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ്, അതുപോലെ OMRലുള്ള ബബിൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നേരെ പോയി എക്സാം ഹോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ തെറ്റും. സോ അതുകൊണ്ട് OMRൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതിന് നിങ്ങൾ ഒരു 20 ദിവസം മാറ്റി വെക്കുക. തെറ്റിപ്പോകുന്ന ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ സ്കോർ കൂടി കൂടി വരണം എന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും റിവൈസ് ചെയ്യുക, ആ ഏരിയകൾ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സോ യു ഷുഡ് do an overall review of subject and identify the missing areas, complete it. Okay, ലാസ്റ്റത്തെ ഒരു 15 days നിങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കംപ്ലീറ്റ് റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. ഈ ഒരു 15 ഡേയ്സിൽ ഒരു റിവിഷൻ അല്ല, മൾട്ടിപ്പിൾ റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ കുറെ നല്ല എക്സ്പേർട്ടായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ കിട്ടാൻ 15 ദിവസം ഒന്നും പിന്നെ വേണ്ടി വരില്ല. ചിലപ്പം നിങ്ങൾ തറവായി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഈ 15 ദിവസത്തിനുള്ളിൽ 2 or 3 റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഒരു റിവിഷന് നിങ്ങളൊരു 7 ദിവസം എടുക്കുക, പിന്നത്തെ റിവിഷൻ ഒരു 4 ദിവസം എടുക്കുക, പിന്നത്തെ റിവിഷൻ ഒരു 3 ദിവസം എടുക്കുക. അങ്ങനെ ഒരു 15 ദിവസത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്കൊരു 3 റിവിഷൻ വരെയൊക്കെ ചെയ്യാൻ പറ്റും. സോ അതിന് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റൂ. വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് കാര്യമില്ല. നല്ലൊരു റാങ്കിലേക്ക് വന്നാൽ മാത്രമേ ഇപ്പോൾ ജോലി കിട്ടുള്ളൂ. നിങ്ങൾക്ക് PSCന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാമെങ്കിൽ വെറുതെ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയതുകൊണ്ട് കാര്യമില്ല. ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ഞാൻ ജോലിക്ക് കയറും എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ, ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. യു ഷുഡ് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകൾ അവിടെ തന്നെ വെക്കാതിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള എക്സാം ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തെറ്റ് പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോൾ എന്ത് തെറ്റുകളാണ് നിങ്ങൾ അവിടെ വരുത്തിയത്, വേണ്ടാതെ ഒരു ക്വസ്റ്റിനെ നമ്മൾ കുറെ സമയം ചെലവഴിക്കുക. അത്തരത്തിൽ പല മിസ്റ്റേക്സും പലർക്കും സംഭവിക്കും. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. നമ്മൾ എത്ര പഠിച്ചു പോയാലും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കും. സോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് 15 ഡേയ്സ് ഒരു ക്വിക്ക് റിവിഷനും നല്ല എക്സാം എഴുതി നല്ലൊരു കോമ്പറ്റീറ്റർ ആവുക നിങ്ങൾ ഈ ഒരു 15 ഡേയ്സ് പീരീഡിൽ. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു ആക്ഷൻ പ്ലാൻ ആയിട്ട്. നൗ കമ്മിങ് ടു ടെക് PSC കോഴ്സ് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു കാലിബർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട്. എന്ത് പഠിക്കണം പഠിക്കണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പഠിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ല, നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽ എടുക്കണം എന്ന് അറിയില്ല, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ക്വസ്റ്റ്യൻസ് ഇല്ല, എന്ത് ക്വസ്റ്റ്യൻ പഠിക്കണം അങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എബിലിറ്റി ഇല്ല, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു സപ്പോർട്ട് എടുക്കുക. അതിനും മടിക്കരുത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിസിഷൻ ആയിരിക്കാം നമ്മുടെ നാളത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ജോലിയിൽ തന്നെ കയറുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. സോ അതിനുവേണ്ടി ടെക് PSC നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ഫാക്കൾട്ടീസ് ഉണ്ട്. നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യാൻ റെഡി ആയിട്ടൊരു എക്സ്പേർട്ട് ഫാക്കൾട്ടി ടീം നമുക്കുണ്ട്. ഫുൾ സിലബസ് കവറേജ്, സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽ ഇൻ PDF ഫോമാറ്റ്, അതുപോലെ സ്റ്റഡി പ്ലാൻ, ഷെഡ്യൂൾഡ് ടോപ്പിക് വൈസ് എക്സാംസ്, ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ്, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ്. ഇന്നൊരു ക്ലാസ് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും കിട്ടും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ക്ലാസ്സസ് കാണണമെങ്കിൽ നമ്മുടെ ടെക് PSC ആപ്പിലൂടെ നിങ്ങൾക്ക് വീണ്ടും റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ്, ലൈവ് സെഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. അതെല്ലാം നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് വെച്ചാലും നമ്മുടെ മെന്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഏകദേശം 5000 ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ 20 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ആപ്പിലൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ കോഴ്സ് വാലിഡിറ്റി വരുന്നത് അപ് ടു നമ്മുടെ എക്സാം ആണ്. എക്സാം കഴിയുന്നവരെ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ഈ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാം കഴിഞ്ഞ് ലിസ്റ്റിൽ വരുന്നവർക്ക് അതിന്റെ ഇന്റർവ്യൂ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങൾ ഇന്റർവ്യൂ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, സബ്ജക്ട് വൈസ് ഉള്ള നോളജ് നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റർവ്യൂവിനും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ആരും ഫുഡ് സേഫ്റ്റി ഓഫീസർ റാങ്കിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആരും ജോയിൻ ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടെക് PSCയിൽ ജോയിൻ ചെയ്യാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് 3999 rupees നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ ബെസ്റ്റ് ഫാക്കൾട്ടീസ് ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് കവർ ചെയ്ത് തരുന്നത്. അതിന്റെ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാം വരെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 5000 ടോപ്പിക് വൈസ് MCQ, 20 മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ഓൾസോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്റർവ്യൂ ഗൈഡൻസ് ഞാൻ പറഞ്ഞു ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക്
ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക് PSC എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് കമ്മിങ് ടു അവർ ടീം ഓഫ് എക്സ്പേർട്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ടീം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. We have Sunisha K handling food technology with MTech in food process engineering and BTech degree in agricultural engineering, who's a net qualified person. Then we have Tirtha MS, who has got PG diploma in food safety and quality management and BTech degree in food engineering. Tirtha will also be covering food technology portion. Then Jugno Hamid under, she will also be handling food technology portions. She is a holder of BTech degree in food engineering. Then again, we have Sunisha K handling the dairy technology portions. Veterinary sciences covering, we have Dr. Sneha Nair and Dr. Adira B. Food safety and allied laws covering, we have Tirtha MS. Then nutritional biochemistry and food analysis in the topic, Dr. Nandita Pratibana, who holds an MBBS degree and DCP, diploma in clinical pathology. We also have Brinda Prakash. She's holding a degree in MSc Biochemistry, BSc Biochemistry. We have Tasni PM with an MPharm and BPharm degree. Again, namku microbiological and biotechnological and medical aspects handle Nandita ma'am available ana. We have Shreya, who's a PhD scholar and who has MTech in molecular medicine, BTech in biotechnology. Again, she's a net qualified person. Agricultural sciences in the portion covering namku Tasni ma'am under. She's a PhD scholar in horticulture. She has got an MSc in horticulture, BSc in agriculture, and also she's net qualified person. We also have Sunisha K here with aid to helping you in agricultural sciences portion. Constitution and civil rights in the portion, but we can namkoda Farzana ma'am available who holds an MBA degree, a BA history. She's also a UPSC, PSC and SSC expert. We also have Sunil Kumar sir with an MA in public administration with an MPhil degree, and he has got 20 years of experience in teaching PSC, SSC and UPSC students. Mental ability and test of reasoning in the portion namku handling the Rakesh Chandra sir ana. He has an MTech degree in manufacturing engineering, BTech in mechanical engineering. He is also an expert in UPSC, SSC and PSC aptitude. We have Aromil sir with a BSc chemistry degree. Also, he is a PSC, SSC aptitude expert. General English covering Sunil Kumar sir with an MA English, MA Public Administration, MPhil. He also has a 20 years experience in PSC, SSC and UPSC. So that's all in this webinar. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഇനി എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആർ പ്ലാറ്റ്ഫോം ഇസ് അവൈലബിൾ ഹിയർ. നമ്മുടെ ടീം ഓഫ് എക്സ്പെർട്സ് നിങ്ങളുടെ ക്വയറീസിന് ആൻസർ ചെയ്യുന്നതായിരിക്കും.